കേന്ദ്ര സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി രാംദാസ് അത്തേവാല പത്രസമ്മേളനം കണ്ണൂരിൽ നടത്തിയിട്ട് കേരളത്തിന് ഇനി എന്തെങ്കിലും കേന്ദ്ര സഹായം വേണമെങ്കിൽ പിണറായി വിജയനും പാർട്ടിയുമെല്ലാം എൻ ഡി എയുടെ ഭാഗമാവണം എന്ന് പരസ്യമായി പ്രസംഗിച്ചിരിക്കുകയാണ്. ജനാധിപത്യ സമൂഹത്തിൽ, പ്രത്യേകിച്ച് പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ ഭാഗമായി ഇന്ത്യ അങ്ങേയറ്റം ഉയർത്തിപ്പിടിക്കുന്ന ആ മൂല്യങ്ങളെല്ലാം ഒരു കേന്ദ്ര മന്ത്രി തന്നെ ഭരണഘടനാ വിരുദ്ധമായ നിലയിലാണ് രാജ്യത്തോട് കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. കാരണം ഫെഡറൽ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്നത്. ശക്തമായ സംസ്ഥാനങ്ങളും അതുപോലെ തന്നെ ശക്തിയുള്ള കേന്ദ്രവും ഭരണഘടന വിഭാവനം ചെയ്ത ഈ ധാരണകൾക്ക് തികച്ചും ഘടകവിരുദ്ധമായി കേരളത്തിന് സഹായം ലഭിക്കണം. ആ സഹായം എന്നുള്ള പ്രഖ്യാപനം തന്നെ തെറ്റാണ്. നമ്മൾ അവകാശപ്പെട്ടതാണ്. കേരളത്തിന് 2 ലക്ഷം കോടിയോളം ഉറുപ്പികയാണ് കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് നമുക്ക് ലഭിക്കാൻ കുടിശ്ശികയായി കിടക്കുന്നത്, അല്ലെങ്കിൽ തരാതിരിക്കുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയുന്നത് സഹായം ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണ്, പക്ഷേ എൻ ഡി എയുടെ ഭാഗമാവണമെന്നാണ്. അപ്പോൾ ഇതുപോലുള്ള ഭരണഘടനാ വിരുദ്ധമായ നിലപാടുകൾ കേന്ദ്ര മന്ത്രിസഭയിലെ അംഗം തന്നെ പരസ്യമായി പത്രക്കാരുൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവരോട് പറയുന്നു എന്ന് പറയുന്ന ഈ ഭരണഘടനാ വിരുദ്ധത രാജ്യം അതിശക്തിയായ രീതിയിലുള്ള പ്രതിഷേധത്തിലൂടെയാണ് കൃത്യമായിട്ട് അടയാളപ്പെടുത്തേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. കേരളത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, ഇത് ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തിനെതിരായിട്ടുള്ള അതിശക്തിയായിട്ടുള്ള കടന്നാക്രമണമാണ്. ഏകാധിപത്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള, നമ്മൾ സാധാരണ പറയാറില്ലേ, ഫാസിസത്തിൻ്റെ പുതിയ രീതി, അതാണ് നിയോ ഫാസിസത്തിലേക്കുള്ള യാത്രയാണ്. അതാണിതിൻ്റെ അടിസ്ഥാനം. എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളെയും RSSൻ്റെ ചൊൽപ്പടിക്ക് നിർത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെയാണ് ഇതും കേന്ദ്രീകൃതമാണ്. ഞങ്ങളോടൊപ്പം ചേർന്നാൽ മാത്രമേ ആർക്കും രക്ഷയുള്ളൂ എന്ന രീതിയിലുള്ള ഈ വിശദീകരണത്തിൻ്റെ അർത്ഥം അത് തന്നെയാണ്. അദ്ദേഹം പിണറായി വിജയനെ